അപ്പോൾ ഇനി നമ്മളുടെ 3rd ഡേ ഓഫ് വ്ലോഗാണ്. ഇനി നമ്മൾ കന്യാകുമാരി പോയതിനെ കുറിച്ചാണ് പറയുന്നത്. ആ വീഡിയോ എൻ്റെ നഷ്ടപ്പെട്ടിന്. ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ, 1st ഡേ വ്ലോഗും 3rd ഡേ വ്ലോഗാണ് പോയത്. അതിൽ ഞാൻ ഒന്ന് ഷോർട്ടാക്കി പറയാം. കന്യാകുമാരിയിൽ പോയ ദിവസം എന്ന് വെച്ചാൽ രാവിലെ ഞങ്ങളൊരു 7:30 ആകുമ്പോൾ കന്യാകുമാരിയിൽ റീച്ചായി. ട്രിവാൻഡ്രത്ത് നിന്ന് കന്യാകുമാരിയിലേക്ക് ഞങ്ങൾ ട്രെയിനിലാണ് വന്നത്. അവിടെ നിന്ന് നമ്മളെ റൂം ഓൾറെഡി ഓൺലൈൻ ബുക്ക് ചെയ്തു. നമ്മൾ ക്യാബ് ബുക്ക് ആക്കി അങ്ങോട്ടേക്ക് പോയി. അവിടെ പോകുമ്പോൾ ഞങ്ങൾ റൂമിന്റെ ഫ്രണ്ടിൽ തന്നെ ഒരു വലിയൊരു ക്യൂ കാണുന്നുണ്ട്. അപ്പൊ ക്യൂ എന്താണെന്ന് നമുക്ക് മനസ്സിലായിട്ട്, ശരിക്കും പറഞ്ഞാൽ അതിന്റെ അറ്റം കണ്ടുപിടിക്കാൻ പറ്റാതെ പോലെ ദൂരമായിട്ട് ക്യൂ ഉണ്ട്. അപ്പൊ അവിടെയുള്ളവരോട് നമ്മൾ ചോദിച്ചു ഈ ക്യൂ എന്തിന്റെയാന്ന് ചോദിക്കുമ്പോൾ അവർ പറഞ്ഞ നമ്മളുടെ വിവേകാനന്ദ റോക്കിലേക്ക് പോകാനുള്ള ബോട്ടിങ്ങിന്റെ ഇതാണത്, ക്യൂ ആണത്. ഏകദേശം ഇപ്പൊ നിന്ന് കഴിഞ്ഞാല് ഒരു ഉച്ച കഴിഞ്ഞ് ഒരു 2 മണി 3 മണിയാകുമ്പോഴെങ്കിലും അപ്പുറത്തെത്തുന്ന പോലെ ആവും എന്ന് പറഞ്ഞു. അതും 7:30. ഏകദേശം രാവിലെ 4 o'clock ഈ തിരക്ക് തുടങ്ങിയിട്ടുണ്ടാവും. 75ന്റെ ക്യൂ ഉണ്ട്, 300ന്റെ ക്യൂ ഉണ്ട്. 300ന്റെ ക്യൂ വേഗത്തും എന്ന് പറയുന്നത് 75ന് വേഗം, അതായത് കുറച്ച് പ്രയോറിറ്റി കൂടുതൽ 300 പറയുന്നത്. പക്ഷെ ഞാൻ കണ്ടതിൽ രണ്ടിനും ഒരേ പ്രയോറിറ്റിയാണ് കൊടുത്തത് കേട്ടോ. ഇത് കഴിഞ്ഞു. അപ്പൊ ഞങ്ങൾ അവിടേക്കും അവർ പറഞ്ഞു ഉച്ച ആകുമ്പോഴത്തേക്ക് കുറച്ച് തിരക്ക് കുറയും, അപ്പൊ പോയിക്കോന്ന്. ഒന്നാമത് ഞങ്ങൾ പോയത് സീസൺ ടൈം. അത് സീസൺ ടൈം മാത്രമല്ല, ഫ്രൈഡേ സാറ്റർഡേ സൺഡേ ഈ 3 ദിവസങ്ങളിലായിരിക്കും തിരക്ക് കൂടുതൽ ഉണ്ടാവുക. ഞങ്ങൾ പോയതും സാറ്റർഡേ ആയിരുന്നു. ആ തിരക്ക് കണ്ടപ്പോ ഉച്ച ആകുമ്പോഴത്തേക്ക് ഏകദേശം തിരക്ക് കുറയുമെന്ന് പറഞ്ഞല്ലോ. അപ്പൊ ഞങ്ങൾ വിചാരിച്ചു ഓക്കെ ഉച്ചക്ക് വിവേകാനന്ദ റോക്കിലേക്ക് പോകാനുള്ള ക്യൂ നിൽക്കാന്ന് പറഞ്ഞ് ഞങ്ങൾ പിന്നെ ഫുഡൊക്കെ കഴിക്കാന്ന് വെച്ച് റൂമിൽ പോയി ഒന്ന് ഫ്രഷപ്പ് ആയി. ഞങ്ങള് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു. തിരിച്ചു വന്നപ്പോ ഞാൻ അവിടെ എഴുതിയിട്ട് കണ്ടു പെർ ഹെഡ് 200, ഒരു പേഴ്സണ് 200 കൊടുത്തു കഴിഞ്ഞാൽ ഹാഫ് ഡേ ട്രിപ്പ് അവിടുത്തെ നിയർ ബൈ പ്ലേസസ് ഒക്കെ അവർ കാണിക്കുന്ന രീതിയിൽ ഒരു ബസ്സിൽ കൊണ്ടുപോയി കാണിക്കുന്ന ഒരിത് കണ്ടു. അത് കണ്ടപ്പോൾ ഞാൻ അച്ഛനോട് പറഞ്ഞു, അച്ഛൻ നമുക്ക് പോയാലോ എന്ന് ചോദിച്ചു. അങ്ങനെ ഞങ്ങൾ പൈസ എല്ലാം കൊടുത്ത് തിരിച്ചു വന്നു. 9 മണിക്കാണ് ട്രിപ്പ് സ്റ്റാർട്ട്. ഞാൻ ഇത് കണ്ടത് 8:55 പിന്നെ പടയെന്ന് പോക്കായിരുന്നു. 9 മണിക്ക് ബസ് എടുക്കുമെന്ന് പറഞ്ഞപ്പോ ഞങ്ങൾ വേഗം റെഡിയായി. അതായത് അനിയത്തിയെല്ലാം തലവാരതിന് പകരം ചീർപ്പ് കയ്യിൽ കൊടുത്തിട്ടാവും പോയത്. അപ്പൊ അത്ര സ്പീഡിൽ ഞങ്ങൾ പോയി. അതിന് നമ്മൾ ഫസ്റ്റ് പോയത് വാക്സ് മ്യൂസിയം ആയിരുന്നു. ഇവിടെ ഇന്ത്യയുടെ ഫസ്റ്റ് വാക്സ് മ്യൂസിയം ആണിത്. ഇവിടെ ഉള്ളിൽ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് കുറെ വാക്സ് കൊണ്ടുണ്ടായ കുറെ രൂപം അങ്ങനെയൊക്കെ ഉണ്ടായി, നല്ല രസം ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ പോയത് അതിന്റെ അടുത്തന്നെ 1000 year old ശിവ ടെമ്പിൾ. ഇതിന്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാല് അവിടെ നല്ല തമിഴ്നാട്ടിൽ കുറെ സ്ഥലത്തുണ്ട്. അപ്പൊ നമ്മള് പൂജാരി മാത്രം കയറുന്ന പോലത്തെ സ്ഥലത്ത് നമുക്ക് കയറാൻ പറ്റും. അതായത് നമുക്ക് പ്രതിഷ്ഠ ഏറ്റവും അടുത്ത് തന്നെ കാണാൻ പറ്റും. അങ്ങനെയുള്ളൊരു ടെമ്പിൾ ആയിരുന്നു ഈ ശിവ ടെമ്പിള്. പിന്നെ അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ പോകുന്നത് തിരുപ്പതി, അതായത് കന്യാകുമാരിയിലുള്ള തിരുപ്പതി ഭഗവാന്റെ ഒരു ടെമ്പിളാണ്. അത് നല്ല രസം. അത് വൈറ്റ് കളർ പെയിന്റിംഗ് എല്ലാം, നല്ല കൺസ്ട്രക്ഷനും എല്ലാം നല്ല രസമായിരുന്നു. ആടുന്ന് നോക്കുമ്പോൾ കടല് കാണുന്ന വ്യൂവും എല്ലാം നല്ല രസമായിരുന്നു. പക്ഷെ ഈ ഉച്ചക്കായതുകൊണ്ട് അതൊരു ഞങ്ങൾ അവിടെ 11:30 12 അങ്ങനെയാണ് ഉണ്ടായത്. നല്ല ചുട്ടുപൊള്ളുന്ന വെയില്, കാലയിലേക്ക് പൊള്ളുന്ന അവിടുന്ന് ചെരുപ്പൂരി നടക്കുമ്പോ. അവിടുന്ന് പിന്നെ നമ്മൾ പോയത് ഭാരത് മാതാ ടെമ്പിളിലാണ്. ഇവിടെയുള്ള പ്രത്യേകത എന്ന് വെച്ചാല് ഇതിന്റെ ഗ്രൗണ്ട് ഫ്ലോർ മൊത്തം രാമായണ പിക്ടോറിയൽ റെപ്രസെന്റേഷൻ ചെയ്ത് അതിന്റെ അടിയിൽ ഫുള്ള് അതിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഒക്കെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ മേലെ ഭാഗത്താണെങ്കിൽ ഈ കന്യാകുമാരി എന്ന് പറഞ്ഞ ശരിക്കും ഒരു ദേവി രൂപമാണ്, അതവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ വിവേകാനന്ദൻ ഉണ്ടായിരുന്നു, ഭാരത് മാതാ, സ്വാമി വിവേകാനന്ദ, ഇവരൊക്കെയാണ് മേലെ അവർ ചെറിയ ചെറിയ പിക്ടോറിയൽ റെപ്രസെന്റേഷൻസും ഡീറ്റെയിൽസും എഴുതിയ പോലെ. പിന്നെ പുറത്ത് നല്ല സീനറിയും ഗാർഡൻസ് ഒക്കെ ഉണ്ട്. അവിടെ നമ്മൾ പിന്നെ പോയത് സുജിധാം ടെമ്പിളാണ്. ആ ടെമ്പിളിന്റെ കൺസ്ട്രക്ഷൻ ഭയങ്കര രസമാണ്. ഞങ്ങൾക്കൊരു ഗൈഡ് ഉണ്ടായിരുന്നു, അവരാ ഞങ്ങൾക്ക് ഇതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞു തന്നെ. നമുക്ക് ശരിക്കും പറഞ്ഞാല് ഒരു വഴിയിലേ പോയാൽ പിന്നെ അടുത്ത വഴി ഇങ്ങനെ മനസ്സിലാവില്ല, അങ്ങനെ അത്രക്കും വലിയായിരുന്നു. കൺസ്ട്രക്ഷൻസ് ഒക്കെ അടിപൊളി. ഞങ്ങൾക്ക് അവിടെ പോയിട്ട് ഓരോ ഇതിന്റെ ഡീറ്റെയിൽസ് പറഞ്ഞു. ഇപ്പൊ കണ്ണകിയുടെ ചിലമ്പ് അതവിടെ ഉണ്ടായിരുന്നു. കൊട്ടുന്ന സമയത്ത് നല്ല ലൈറ്റ് ആയിട്ട് ശരിക്കും നമ്മൾ ചിലമ്പിൽ കൊട്ടുന്ന പോലെ തന്നെ നമുക്ക് കേൾക്കും. പിന്നെ അവിടെ പില്ലേഴ്സ് ഉണ്ടായിരുന്നു, ചെറിയ ആ പില്ലേഴ്സ് എന്ന് വെച്ചാൽ നമുക്ക് ഓരോ പില്ലറിന് കൊട്ടുമ്പോഴും ഓരോരോ സപ്തസ്വരം പില്ലറിന് 7 പില്ലറുണ്ട്. അതിൽ ഓരോന്നിനും കൊട്ടുമ്പോൾ ഓരോ ടോണായിട്ട് ഇങ്ങനെ കേൾക്കുന്നത്. പിന്നെ വിളക്കിന്റെ ഷോപ്പ് പോലെ ഇഷ്ടംപോലെ വിളക്ക് അവിടെ ഉണ്ടായിരുന്നു, കാണാൻ നല്ല രസമായിരുന്നു കേട്ടോ. പിന്നെ അവിടുത്തെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാല്
അതിൻ്റെ തൂണുപണികൾ. പിന്നെ അവിടെ ഒരു ഹനുമാൻ ഉണ്ടായിരുന്നു. ഹനുമാൻ വാല് മേലോട്ടില്ല. ശരിക്കും ആ ഹനുമാൻ ഭഗവാനോട് നമ്മൾ എന്ത് പറഞ്ഞാലും നമ്മളുടെ ആഗ്രഹം പറഞ്ഞു കഴിഞ്ഞാൽ നടക്കുന്ന പറയുന്നത്. അങ്ങനെ വിശ്വാസമുള്ള ഒരു ഹനുമാൻ ഉണ്ടായിരുന്നു. പിന്നെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ തിരിച്ചു വന്നു. അതിനുശേഷം ഉച്ചയ്ക്ക് ക്യൂ നിൽക്കാന്ന് പറയുന്ന സമയത്ത്, ഉച്ചക്കാണെങ്കിലും വലിയ ക്യൂ ആയിരുന്നു കേട്ടോ. പക്ഷെ അവിടെ ഞങ്ങള് മധുരയിലുള്ള മധുരയിലത്തെ കൗൺസിലർ ഒരു അങ്കിളിനെ പരിചയപ്പെട്ടു. അവരുടെ ഹെൽപ്പോടെ ഞങ്ങൾക്ക് അങ്ങനെ ക്യൂ നിൽക്കേണ്ടി വന്നില്ല. ഞങ്ങൾക്ക് വേഗം പോകാൻ പറ്റി. അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ വിവേകാനന്ദ റോക്കിലേക്ക് പോയി. വിവേകാനന്ദ റോക്കിനെ പറ്റി പറയുകയാണെങ്കിൽ അവിടെ നല്ല രസമായിരുന്നു. മീൻസ് ചൂടുണ്ടെങ്കിൽ ആ ചൂടൊന്നും അറിയുന്നില്ല. നമ്മൾ ഒരു ഈവനിങ് ആണ് റീച്ച് ആയത്, അതുകൊണ്ട് വലിയ ചൂടുണ്ടായില്ല. നല്ല കാറ്റ് എന്ന് വെച്ചാൽ എൻ്റെ മുടിയിലും മുകളിലോട്ട് ഇങ്ങനെ പറന്ന പോലെ അത്രയ്ക്ക് നല്ല കാറ്റായിരുന്നു. പിന്നെ ഈ തിരുവള്ളുവർ സ്റ്റാച്യൂലേക്ക് നമ്മൾ വിവേകാനന്ദ റോക്കിന്ന് പോകുമ്പോൾ ഇവിടെ ഒരു ഗ്ലാസ് ബ്രിഡ്ജും താഴോട്ടൊക്കെ പോകുമ്പോൾ നല്ല കടലൊക്കെ കാണാൻ പറ്റും. അങ്ങനത്തെ ഒരു ഗ്ലാസ് ബ്രിഡ്ജ്, അവിടുന്ന് തിരുവള്ളുവർ സ്റ്റാച്യൂലേക്ക് പോകാൻ പറ്റും. പിന്നെ ഒന്നാമത് നല്ല പീസായിരുന്നു, വലിയ ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ നല്ല രസം, റിലാക്സ് ആവാൻ പറ്റിയ ഒരു അറ്റ്മോസ്ഫിയർ. പിന്നെ കാറ്റൊക്കെ വെച്ച് ഞാൻ ഫ്രോക്കാട്ടെ, എൻ്റെ ഫ്രോക്കെല്ലാം ഇങ്ങനെ മേലോട്ട് പറക്കുന്ന അത്രക്കും നല്ലോണം കാറ്റുണ്ടായിനാട. പിന്നെ കന്യാകുമാരി, പിന്നെ ഞങ്ങള് ഒരു 6 മണിയൊക്കെ ആകുമ്പോൾ തിരിച്ചു വന്നു. പിന്നെ റെസ്റ്റ് എടുത്തു. അത്രയൊക്കെ ഉള്ളൂ കന്യാകുമാരിയുടെ വിശേഷം. അപ്പോൾ ഓക്കെ, നെക്സ്റ്റ് വ്ലോഗിൽ കാണാം. ബൈ.